അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. എപ്പോഴും എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലെങ്ത് കുറവാക്കാനേ ഞാൻ ശ്രമിക്കുള്ളൂ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം, അതായത് ളുഹ എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ പതിവാക്കിയപ്പോൾ എനിക്കുണ്ടായ ഒരു മാറ്റം. അത് ഞാൻ എല്ലാവർക്കും എന്നോട് വന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്നോട് പിന്നെ സംസാരിക്കുന്ന സഹോദരിമാർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ ശാരീരിക വേദന, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്ര ഡോക്ടറെ കാണിച്ചിട്ടും മാറുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ, ശരീരത്തിന്റെ വേദനകൾ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ദിനേന നിങ്ങൾ ളുഹാ നിസ്കാരം പതിവാക്കിയാൽ മതി. അത് ളുഹാ നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് നമ്മളൊരു 8:30 മുതൽ 11:30 വരെ, അതായത് അല്ലെങ്കിൽ ളുഹർ നിസ്കാരത്തിന്റെ ഒരു 20 മിനിറ്റ് മുൻപ് വരെ നിസ്കരിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏത് സൂറത്താണ് ഓതേണ്ടത് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നിങ്ങൾക്ക് ഇനി ളുഹാ നിസ്കാരത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്താലും മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് എല്ലാം എപ്പോഴും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതൊക്കെ. അപ്പോൾ എനിക്കൊരു സഹോദരി പറഞ്ഞു തന്നതാണ്. അത് ഞാൻ നിർവഹിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു തലവേദന, ഒരു 3 വർഷത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. MRI ഒക്കെ എടുത്തു, പക്ഷേ ഒരു കുഴപ്പമില്ല. പിന്നെ ളുഹാ നിസ്കാരം പതിവാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അൽഹംദുലില്ലാഹ് നല്ല മാറ്റം ഉണ്ടായി. നിങ്ങൾക്കും അതുപോലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ളുഹാ നിസ്കാരം പതിവാക്കാൻ നോക്കൂ. ളുഹാ നിസ്കാരത്തിൽ നമുക്ക് അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി. ഇനിയിപ്പോ സൂറത്തുകൾ അറിയില്ലെങ്കിൽ അറിയാവുന്ന സൂറത്ത് ഓതുക, അല്ലെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം വല്ലുഹ സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ വശംസു വല്ലുഹ എന്നുള്ള സൂറത്ത് അങ്ങനെ ഓതി നിസ്കരിക്കാം. പിന്നെ 2 റക്അത്ത് 4 റക്അത്താണെന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത്. 2 റക്അത്തായിട്ട് നിസ്കരിക്കാം എന്നുള്ളത്. പക്ഷെ നമുക്ക് 2 റക്അത്ത് എങ്കിലും നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫർള് ഒഴിവാക്കിയിട്ട് സുന്നത്തിനെ അധികരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഫർള് നിസ്കാരത്തിന്റെ കൂടെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഈ ളുഹാ നിസ്കാരം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. സംസാരിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ദിനേന ഇത് കുറച്ച് നാള് ദിവസവും ഇത് കുറച്ച് നാള് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ശാരീരിക ബുദ്ധിമുട്ടുകൾ തനിയെ തന്നെ, അതായത് ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ല, അതായത് നമ്മൾ ഏതൊരു അസുഖത്തിനും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനൊപ്പം ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനോടൊപ്പം നമുക്ക് സമാധാനമില്ല, എത്ര ഡോക്ടറെ കാണിച്ചിട്ട് സമാധാനമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയമായുള്ള ചികിത്സകളും ചെയ്യാം. അപ്പോൾ ളുഹാ നിസ്കാരം നിങ്ങൾക്ക് നിർവഹിക്കാം എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് തഹജ്ജുദ്. ഇൻഷാ അല്ലാഹ് തഹജ്ജുദിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ നിസ്കാരം നിങ്ങൾക്ക് നിർവഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മാറ്റം 3 വർഷം ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ അല്ലാഹു തആല മാറ്റം തന്നത് ഈ ളുഹാ നിസ്കാരം ഞാൻ പതിവാക്കിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ മരണം വരെ കൊണ്ടുപോകണം എന്നുണ്ട്. ദിനേന മുടങ്ങാതെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു നെയ്യത്താണ് അല്ലേ. അപ്പൊ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും ശ്രമിച്ചു നോക്കി. നിങ്ങൾക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കി നല്ല മാറ്റം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.